ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ രണ്ട് മൂന്നാല് ദിവസമായിട്ടോ ഇറങ്ങിയിട്ട്, കാരണം വീഡിയോ എടുത്തിട്ട്, കാരണം മേലാതൊക്കെ ഇരിക്കുകയായിരുന്നു. യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ആകെ പണിയായിപ്പോയി. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പതുക്കെ യൂബർ ഓൺ ആക്കാം. യൂബർ ഓൺ ആക്കി കൊടുക്കാം. നമുക്ക് CNG ഒക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഓൺ ആക്കാം. അരട്ടാങ് ഉണ്ട്. നമുക്കിനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറി അടിക്കാം. ഓക്കെ, ഇപ്പൊ ഏതായാലും നമുക്ക് യൂബർ ഓൺ ആക്കാം. നമ്മുടെ ഇതിന്റെ ഇന്റർസിറ്റി ഒക്കെ നമ്മൾ ഓഫാക്കിയിട്ടേക്ക് കാരണം നമുക്ക് അത്രയും ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അത്രയും വലിയ ട്രിപ്പ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നിന്നൊരു കോട്ടയോ അല്ലെങ്കിൽ ഒരു ആലപ്പുഴ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ദൂരം എടുത്തു കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് മൂത്രമൊക്കെ ഒഴിക്കാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കസ്റ്റമർ വണ്ടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ യൂബറൊക്കെ ഇന്റർസിറ്റി ഒക്കെ നമ്മൾ ഓഫാക്കിയിട്ടേക്കാണ്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇനിയിപ്പം ഒലയും കൂടെ ഓണാക്കി ഇടാം. എല്ലാം കിട്ടട്ടെ. സമയമുണ്ട്, 5.5 മണിക്കൂറുണ്ട് ഒലയില്. ഇനി റാപ്പിടാം. ഓക്കെ, ഏതായാലും നമുക്കിനി കൊണ്ടുവന്നൂർക്കാം. അതെ, നമുക്ക് ട്രിപ്പ് വരുന്നുണ്ട്. പൂത്തറക്കാണ് കേട്ടോ. 1 കിലോമീറ്റർ പോയിട്ട് 1 കിലോമീറ്റർ 2.5 കിലോമീറ്റർ കിട്ടുമെന്ന് അറിയത്തില്ല. മാറ്റി ട്രിപ്പാണ് ഫസ്റ്റ് അടിച്ചേക്കുന്നത് കേട്ടോ. കിട്ടാൻ ചാൻസ് കുറവാ. അത് കിട്ടിയില്ല. എറണാകുളം സൗത്ത്, അതും പോയി. മാച്ച് രാവിലെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ തിങ്കളാഴ്ച ആയതുകൊണ്ട് രാവിലെ കുഴപ്പമില്ലാത്ത ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അത് കൺഫേം ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, നമുക്കതിലെടുക്കാം. 400 മീറ്റർ അപ്പുറം നിന്നാണ് KSCB ഒക്കെ അവിടെ നിന്നാണ്. മരട് KSCB അവിടെ നിന്നാണ്. കൊട്ടാരം മാങ്കായി സ്കൂള്. ഓക്കെ, നമുക്ക് ഏതായാലും പോയി എടുക്കാം. അങ്ങനെ രാവിലത്തെ ഫസ്റ്റ് കൈനീട്ടം. നമ്മുടെ കോൾഡ് സ്റ്റാർട്ടിങ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മൾ ഓണാക്കി 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് വന്നു കേട്ടോ. ഓക്കെ, നമുക്കപ്പോ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ആ ട്രിപ്പിൽ നമുക്ക് ലഭിച്ചത് 178 രൂപയാണ് കേട്ടോ. 178 രൂപ.
9 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 9 കിലോമീറ്റർ 178 രൂപ. ഒടുക്കത്തെ നഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്. കഷ്ടി 20 ഇല്ല, 19 ചില്ലറേ ഉള്ളൂ കേട്ടോ. ഏതായാലും ആ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യൂബർ പോലെ റാപ്പിഡോ ഓണാക്കി ഇട്ടിട്ടുണ്ട്. കേരള സവാരി ഓണാക്കുമ്പോഴത്തേക്കും ചൂടാണ്. ഏതായാലും കിടക്കട്ടെ, ഇത്തിരി ചൂടാകുമ്പോൾ നമുക്ക് ഓഫാക്കി കളയാം കേട്ടോ. അത് നടക്കുള്ളൂ. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് വരുമോ നോക്കാം. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിൽ തന്നെയാണ്. നമ്മൾ റോയൽ കാസ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ സമയം 5:30 ആയി. നമുക്കൊരു ചായയൊക്കെ കുടിക്കാം. ചായയൊക്കെ കുടിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ട്രിപ്പ് വരും. ഇപ്പോഴാണ്ട് ട്രെയിൻ വരാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒരു 10-15 മിനിറ്റ് നോക്കാം. ട്രെയിൻ വന്നിട്ട് എല്ലാം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, പൈസ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ചോറ്റാനിക്കരയാണ് കേട്ടോ. നമുക്ക് സൗത്തിൽ നിന്ന് നമുക്ക് യൂബറിൽ ട്രിപ്പ് കിട്ടിയായിരുന്നു ചോറ്റാനിക്കരയ്ക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ചോറ്റാനിക്കരയാണ്. 255 രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ. അതുകൊണ്ട് 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 13 അല്ല, 15 കിലോമീറ്ററിന് 255 രൂപയാണ് കേട്ടോ ലഭിച്ചത്. 15.52 കിലോമീറ്റർ ഉണ്ട്. 270 രൂപ ക്യാഷ് കളക്റ്റഡും 255 രൂപ നമുക്ക് ലഭിച്ചു. അങ്ങനെ രാവിലെ തന്നെ 2 ട്രിപ്പ് കിട്ടി. ഇപ്പം നമ്മൾ വീണ്ടും റാപ്പിഡോ യാത്ര യൂബറും എല്ലാം കൂടെ ഓണാക്കിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഏതിലാണ് നോക്കട്ടെ, അടി വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. അങ്ങനെ രാവിലെ 2 ട്രിപ്പ് പൊക്കിയിരിക്കുകയാണ്. ഈ ട്രിപ്പ് വെച്ചാൽ മാച്ച് ട്രിപ്പാണ്. ഇതൊരു 2-3 തവണ വന്ന് അടിച്ചിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ കറങ്ങി നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പോകും. എന്നാൽ പോവാണെ പോട്ടെ. പിന്നീട് വന്ന് എടുത്തില്ല, എടുക്കാണ്ടിരുന്നത് ഇങ്ങനെ ഓടി വരുമല്ലോ. ലാസ്റ്റ് എത്താറായപ്പോൾ ഒന്ന് ഞെക്കി, കിട്ടിയാൽ കിട്ടട്ടെന്ന് പറഞ്ഞ് ഞെക്കിയതാ. ഏതായാലും അത് കിട്ടി. അങ്ങനെ നമ്മളിപ്പോൾ ചോറ്റാനിക്കര വന്നു. ബാക്കിയൊക്കെ ഇനിയിപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പറ്റാട്ടാ. ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് യൂബറിലാണ്. ഏതായാലും പോയി എടുക്കാം. 4 കിലോമീറ്റർ ഉണ്ട്, എറണാകുളത്തേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ ഒരു ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എരുവേലിയിൽ നിന്ന് തിരിയണം കേട്ടോ. 4 കിലോമീറ്റർ ഉണ്ട്, എറണാകുളത്തേക്കാണ്. 280 രൂപയാണ് കേട്ടോ കാണിച്ചത്. ഓക്കെ, ആ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നീങ്ങും, അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തു. ശവമൊക്കെ ഇത് ബുക്ക് ചെയ്യുമ്പോൾ നോക്കണ്ടേ, ഇത് അത് ചെയ്യല്ലേ, വെറുതെ കുറെ രാവിലെ ഇടങ്ങേടുണ്ടാക്കാൻ വേണ്ടി ചാടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം, അതേ നടപടിയുള്ളൂ. നമുക്ക് തിരിച്ചു പോവാം. പറയാനാണ് മൂന്നര കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ നിൽക്കുമെന്ന് ആർക്കറിയാം. മിറാജ് 300 ചില്ലാൻ്റെ ഉണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ. ആള് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഹലോ,
കേക്കാ ഇതൊരു 10 മിനിറ്റ് എടുക്കും ഇവിടെ. ഞാനൊരു 4.5 കിലോമീറ്റർ ഇപ്പറേ വെയിറ്റ് ചെയ്യുന്നത്. ആ ഓക്കേട്ടാ. അങ്ങനെ ആ ട്രിപ്പും പണിയായി. നമുക്ക് വിളിച്ച് ചോദിച്ച് നമ്മുടെ തെറ്റാണ്, വിളിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ പണി വന്നേനെ. 4.5 കിലോമീറ്റർ ഉണ്ട്. രാവിലെ തന്നെ അത് പോയി എടുക്കാവുന്ന കേസേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ എങ്കിൽ അവർക്കത് പറ്റത്തില്ല. ഈ പ്രദേശത്ത് വേറെ വണ്ടിയില്ലെന്ന് തോന്നുന്നു. എന്തേലും ആട്ടെ, അവർ ക്യാൻസൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ക്യാൻസൽ ചെയ്തതാണ്. അങ്ങനെ ആ ട്രിപ്പും പോയി. വരൂ അടുത്ത ട്രിപ്പ് വരൂ. അടുത്ത ട്രിപ്പ് അത് തന്നെ ഈ വരുന്നത്. കൺഫേം അടിച്ചാൽ എടുക്കും ചേച്ചി, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് 3.5 കിലോ, എന്ത് ഊളകളാന്ന് നോക്കണം. നോക്കിയാൽ 3.5 കിലോമീറ്ററേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പം അത് നേരെ 4.5 കിലോമീറ്റർ. കൺഫേം അടിച്ചാൽ എടുക്കും കേട്ടോ. അത് കൺഫേം അടിച്ചാൽ എടുക്കുക എന്നല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പൊ വിളിക്കാം. കണ്ടോ, 3.5 എന്നുള്ളത് 4. വിളിക്കാം. വേറെ വണ്ടിയില്ല, വെയിറ്റ് ചെയ്യാമെങ്കിൽ വരാന്ന് പറയാം. ഇതിനിടയ്ക്കിടെ കണ്ട് വേറെ വഴിയുണ്ട. മുളന്തുരുത്തി. Message from NEERAJA. You come anyway. Okay. ഹലോ മേഡം, ഈ ഏരിയ വേറെ വണ്ടി ഇല്ലെന്ന് തോന്നുന്നു. അതെ. ഓക്കെ. 20 കിലോമീറ്ററിന് 348 രൂപയാണ് കാണിച്ചേക്കുന്നത്. ഏതായാലും നമുക്ക് പോയ ട്രിപ്പ് എടുക്കാം, അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. നാല് കിലോമീറ്റർ അപ്പുറമാണ് ട്രിപ്പ് അടിച്ചേക്കുന്നത്. ഇതിന് മുന്നത്തെ ട്രിപ്പ് ഇതുപോലെ 4 കിലോമീറ്റർ കാണിച്ച്, ശരിക്കും നമ്മൾ 2 കിലോമീറ്റർ ഓടി അങ്ങ് ചെന്നായിരുന്നു. അപ്പൊ അവൻ ക്യാൻസൽ ചെയ്തു. പിന്നെ അവൻ ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏരിയ വണ്ടി കിട്ടാതിരിക്കട്ടെ. ഇതിപ്പോ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചായിരുന്നു, നമ്മൾ ഇത്രയും ദൂരം എത്ര മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞപ്പോ അവര് ക്യാൻസൽ ചെയ്തു. അവര് വീണ്ടും ട്രൈ ചെയ്തപ്പോ എനിക്ക് ഈ ഏരിയയിൽ വേറെ വണ്ടിയില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് തന്നെ അടിച്ചത്. ഓക്കെ, ഏതായാലും നമുക്ക് കൺഫേം ആയിട്ട് ഇതിന് മുന്നേ മാച്ചായിട്ട് അടിച്ചു. അപ്പൊ അത് നമ്മൾ എടുത്തില്ല. നമ്മൾ എടുത്തിട്ടും കാര്യമില്ല, നമുക്ക് ഇത്രയും ദൂരത്ത് ചെല്ലണമല്ലോ, അതുകൊണ്ട് എടുക്കായിരുന്നു. അപ്പൊ അത് നമുക്ക് കൺഫേം ആയിട്ട് അടിച്ചിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ പണിയാവും. ഓക്കെ, ഇവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ടല്ലോ. കിടക്കുന്നൊരു വണ്ടി, അത് സ്റ്റാർട്ടിങ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് പോവാം. രാവിലെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. കാരണം നല്ല ചെറിയൊരു തണുപ്പും നല്ല വലിയ തിരക്കും. ഈ ഏരിയയിലോട്ടൊക്കെ പിന്നെ വലിയ തിരക്കില്ല കേട്ടോ, നല്ല സുഖമാണ്. പ്രത്യേക ഒരു ഉണർവുണ്ട് ഈ ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോൾ. നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ, ആ ഒരു ചെറിയൊരു തണുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് എടുക്കാം. നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഓക്കെ, കേസ് അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് പള്ളിപ്പുറമാണ് കേട്ടോ. പള്ളിപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വൈപ്പിൻ പള്ളിപ്പുറമാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ യൂബർ ഓഫ് ആക്കിയിട്ടേക്കാണ് കേട്ടോ. നമുക്ക് കിട്ടിയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അഡ്വാൻസ് അടിക്കുമായിരുന്നു. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പായിരുന്നു ചോറ്റാനിക്കരയ്ക്ക്. അവിടുന്ന് ചോറ്റാനിക്കരയിൽ മൂന്നാമത്തെ ട്രിപ്പ് പോയല്ലോ, ഒരു 4 ട്രിപ്പ് അടിപൊളി പട്ടപട്ടാന്നും പറഞ്ഞുകൊണ്ട് എങ്ങും ചെന്നിട്ട് വെയിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതേമാതിരി അടിയായിരുന്നു. അപ്പൊ ഇത് ചോറ്റാനിക്കര അത് അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു മാച്ച് ട്രിപ്പ് അടിച്ചായിരുന്നു. അത് പാലാരിവട്ടത്തോട്ടായിരുന്നു. അത് ക്യാൻസലായിപ്പോയി. ലോങ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്യാൻസലാക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വന്ന എടപ്പള്ളിയാണ് കേട്ടോ. മദർ തെരേസ റോഡ്, അവിടെ നിന്നും പൈപ്പ് ലൈൻ റോഡ് പാലാരിവട്ടം പാടിവട്ടം. അതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോയിലോട്ടായിരുന്നു. അതിൽ നമുക്ക് കിട്ടിയ 453 രൂപ ക്യാഷ് കളക്റ്റഡും 333 രൂപയാണ് നമുക്ക് ലഭിച്ചേട്ടാ. അപ്പൊ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ അടുത്ത ട്രിപ്പ് അടിച്ചു. അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്തുനിന്ന് തന്നെ പാടിവട്ടം എടപ്പള്ളിയിൽ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് 150 രൂപ ക്യാഷ് കളക്റ്റഡും 170 രൂപ നമുക്ക് ലഭിച്ചു. അത് ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അഡ്വാൻസ് അടിച്ച് സൗത്ത് MG റോഡ് സൗത്ത് എറണാകുളം അവിടെ നിന്നുകൊണ്ട് ആര്യാട് അത്തിപ്പുഴ റോഡ് മുണ്ടമ്പേലിക്കായിരുന്നു. അതിൽ 190 രൂപ ക്യാഷ് കളക്റ്റഡും 290 രൂപ ക്യാഷ് കളക്റ്റഡും 193 രൂപ നമുക്ക് ലഭിച്ചു കേട്ടാ. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് അവിടെ നിന്ന് അടിച്ചു. മുണ്ടമ്പേലിന്ന് ചർച്ച് റോഡ് വൈപ്പിൻ പള്ളിപ്പുറം, അത് മറ്റേ ജങ്കാറ് കടന്നു വരേണ്ടായിരുന്നു. 720 രൂപ ക്യാഷ് കളക്റ്റഡും 564 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അതിച്ചിരി നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ആട്ടെ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചു. അടുത്ത ട്രിപ്പ് അടിച്ച് ഇവിടുന്നായിരുന്നു, ചെറായി ബീച്ചിൻ്റെ അവിടെ നിന്നായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ടായി. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. ഇറങ്ങാൻ സംബന്ധിച്ചിട്ട് അതേമാതിരി അടിയായിരുന്നു. ഇപ്പൊ സമയം ഇവിടെ വന്നപ്പോ ഏതായാലും ട്രിപ്പ് എടുത്ത് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട് ഭക്ഷണം കഴിക്കാണ്, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ വരാൻ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അല്ലെ ആ മെസ്സേജ് കണ്ട പാടെ അവർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. ലുലു മോളിലോട്ടായിരുന്നു. 445 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വിശന്നിട്ട് പണ്ടാറടക്കായിരുന്നു. 11 മണി ആയില്ലേ. ഏതായാലും പോട്ടെ. അപ്പൊ അത് ക്യാൻസൽ ആയ പാടെ ഞാനും ഓഫാക്കി വെച്ചു. ഓഫാക്കി സമാധാനമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് ശരിക്കും 6 മണിക്കൂർ പൊളിച്ച് വേണ്ട 5 മണിക്കൂർ 52 മിനിറ്റും 7 ട്രിപ്പ് 1695 രൂപ ഇതുവരെ നമ്മൾ ഏൺ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓണാക്കിയിട്ടില്ല. ഇപ്പൊ കഞ്ഞി പിടിച്ചോളൂ, ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റായിട്ട് വേണം നമുക്ക് ഓണാക്കാൻ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഓൺലൈനിലോട്ട് പോവാം. ഗേസ് നമുക്കിത് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കളമശ്ശേരിക്കാണ്. ഓക്കെ, ഒരു സാമാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എടുക്കാം. ഒരു 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ്. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. ആ ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് ബാങ്ക് ജംഗ്ഷനിലോട്ടായിരുന്നു ആ ട്രിപ്പ് കേട്ടാ. ആ ട്രിപ്പിൽ നമുക്ക് 361 രൂപ ലഭിച്ചു കേട്ടോ. 400 ചില്ലാൻ രൂപയായിരുന്നു. അതൊരു ആ ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ട്രിപ്പ് എപ്പോഴാ വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് റെഡിയായി നിൽക്കാം. അങ്ങനെ ഇപ്പൊ നമ്മള് 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കുടിവെള്ളം തീർന്നു. അപ്പൊ ഇനിയൊന്ന് ഒരു ബോട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ, വണ്ടിക്കകത്ത് ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ വൈകുന്നേരം ആവത്തേക്ക് തീർക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് പറ്റാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിന്നിട്ട് നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോ എന്നും ട്രിപ്പ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്പോട്ടിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമ്മളിപ്പോ ഉള്ള കത്രിക്കടവിലാണ്. ഒരു KSRTC ബസ് വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യത്തെ സംഭവമായിട്ടാ കാണുന്നത്.
അപ്പൊ നമ്മള് കത്തിരിക്കടവിലാണ്. നമ്മള് യൂബറും ഓണാണ്, റാപ്പിഡോ യാത്രികടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഓല ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം. ചെറിയതായത് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇത് ആ മുന്നിൽ പോന്ന KSRTC കെട്ടി വലിച്ചോണ്ട് പോന്ന അതിന്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഓ, പാലത്തേൽ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. വെറുതെ അല്ല, കത്തിരിക്കട കാലത്തേല് ഒരു കാറ് കിടപ്പുണ്ട്. അതാ ഇതൊക്കെ ഇവിടെ യൂട്ടേൺ ഇല്ല, യൂട്ടേൺ ചെയ്യാൻ വേണ്ടി എടുത്തോണ്ട് പോകുന്നതാണ്. കണ്ട അവിടെ വെണ്ടക്കാശ വെച്ച് ഇത് വെച്ചിട്ടുണ്ട്, തിരിയത്. പോട്ടെ പോട്ടെ പോട്ടെ. ഇനി എന്താണേലും മൂത്രം ഒഴിച്ചിട്ട് ട്രിപ്പ് അടിച്ചാൽ മതി. ഞാൻ ഓഫാക്കിയിട്ടേക്കാണ് കേട്ടോ. കാരണം ഈ പുള്ളിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ഒന്ന് വേഗം പോകൂ. അപ്പൊ നമുക്ക് ഈ ഓണാക്കിട്ടില്ല. ഈ പാലത്തിന്റെ ആള് താഴെ മൂത്രമൊക്കെ വെച്ചിട്ട് റെഡിയാകാം കേട്ടാ. ഇപ്പത്തെ അത്യാവശ്യം ആദ്യം ട്രിപ്പല്ല, ആദ്യം മൂത്രം ഒഴിക്കാന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ. ഒരു മരിയ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. റാപ്പിഡോയിലാണ് കേട്ടോ ബുക്കിംഗ് വന്നേക്കുന്നത്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്, ആരെയും കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ, അറുന്നൂറ് 650 മീറ്റർ കൂടെ ഉണ്ട്. എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കാത്തിരുന്ന് റാപ്പിഡോയില് ട്രിപ്പ് വന്നു. ഒരു 257 എങ്ങോട്ടാ കാണിച്ചെ. ഓക്കെ, നോക്കാം. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് പറഞ്ഞ പോലെ വൈപ്പിനിലാണ് കേട്ടോ. വൈപ്പിനിൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു പിടിയില്ല. സ്കൂൾ മുട്ടോ അങ്ങനെയാണ്ട് സ്ഥലപ്പേരുണ്ടോ? എന്താണ്, ഏതായാലും ഇപ്പൊ വൈപ്പിനിലാണുള്ളത്. നമുക്ക് റാപ്പിഡോയിലാണ് നമുക്ക് കിട്ടിയത് കേട്ടാ. ഇതാണ് ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്. മാലിപ്പുറം, അത് തന്നെ സ്കൂളിലുള്ള വൈപ്പിൻ മാലിപ്പുറത്തേക്കായിരുന്നു. 13.31 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പെർ കിലോമീറ്ററിന് 19.46 പൈസ വെച്ച് കിട്ടി കേട്ടോ. അങ്ങനെ 260 രൂപ മേടിച്ച് നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ യൂബറിൽ നമ്മള് കുണ്ടന്നൂർക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. കിട്ടുമോന്നറിയില്ല. ഏതായാലും നമുക്കൊരു 4 മണി വരെ വെയിറ്റ് ചെയ്യാം. കിട്ടുമോ നോക്കട്ടെ. നമുക്കാണെങ്കിൽ CNG 2 ഘട്ടം കൂടെ ഉള്ളു കേട്ടോ. CNG 2 ഘട്ടം കൂടെ ഉള്ളു. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേ വണ്ടിയെ കയറിയത് ഒരു പേഷ്യന്റ് ആണ്. ആള് കണ്ണിൽ മരുന്ന് വെച്ചിട്ട് പിന്നെ ഒന്നും കാണാൻ പാടില്ലെന്ന് പറഞ്ഞു.
അപ്പൊ തപ്പിത്തടഞ്ഞാണ് നമ്മൾ വണ്ടി കയറി. അപ്പൊ പിന്നെ പുള്ളിനെ ഇനി ഇറക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ ടാസ്കാണ്. അതുകൊണ്ട് പിന്നെ ഉള്ള ഇതിലേക്ക് പോന്നു. ഇനിയിപ്പോ ചെല്ലുന്ന വഴിക്ക് എങ്ങാനും കയറി അടിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഒരു 3:45 വരെ ഇവിടെ നോക്കാം. എല്ലാം കിട്ടിയാൽ എടുക്കാം, ഇല്ലെങ്കിൽ നേരെ നമുക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല കേട്ടോ. നമ്മള് പതുക്കെ തിരിച്ചു പോവാണ്. കാരണം നമ്മള് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്, മരടിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അതുമല്ല, നമുക്ക് CNG 2 കെട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇനിയിപ്പോ ബ്ലോക്കാണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇരിക്കേണ്ടി വരും. അപ്പൊ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാലോ. നമുക്ക് CNG അടിക്കാം, റെസ്റ്റും എടുത്തിട്ട് ഒരു 8 മണിയാകുമ്പോ ഇറങ്ങാം. ഒരു 12 മണി വരെ ഓടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് 4 മണിക്ക് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ നമുക്ക് CNG ഇല്ല. ആദ്യം CNG അടിച്ച് ഫില്ല് ചെയ്യണം, എന്നിട്ടേ അടുത്ത പരിപാടി നടക്കുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ CNG പമ്പിലേക്ക് പോവാം. പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്കൊരു 1 മണി 1:30 വരെയൊക്കെ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്താണ്, കാറാണോ ഓട്ടോറിക്ഷ? ഒരു 1 മണി 1:30 വരെ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നാളെ നമ്മൾ ലീവാണ്. നാളെ പേഴ്സണലിലെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓണാക്കിയിട്ടില്ല. CNG അടിച്ചിട്ട് വേണം നമുക്ക് ഓണാക്കാൻ. അപ്പൊ നമുക്ക് നേരെ CNG പമ്പിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. എന്ത് കഷ്ടമാണ്. നമ്മളിവിടെ കിടന്നൊന്ന് മയങ്ങി. ഒറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇപ്പൊ ഇത് സമയം 11 മണിയാവുമ്പോ ഒറ്റ ട്രിപ്പ് വന്നിട്ടില്ല. വെറുതെ ഇറങ്ങിയതാന്ന് തോന്നുന്നു. നമ്മളേതായാലും നിർത്തുവായിരുന്നു കേട്ടോ. കാരണം ട്രിപ്പില്ല, ഓട്ടോ ഇല്ലേ. പിന്നെ വെറുതെ ഇവിടെ ഈ ഉറക്കളച്ചിട്ട് ഇവിടെ നിന്നിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മളിപ്പോ കുണ്ടന്നൂരാണ്. CNG അടിച്ച് ഫില്ലാക്കി, പക്ഷെ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ ഇന്ന് എത്ര രാവിലെ ഒരു 2:30 വരെയൊക്കെ നല്ല കുഴപ്പമില്ല, നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഡൗണിലായി, ആകെ മോശമായിപ്പോയി. അങ്ങനെ ഇപ്പൊ നമ്മളുള്ളത്, നമ്മളിപ്പോ ഓടിയേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ യൂബറിൽ ഒരു 2360, 2332, റാപ്പിഡോയിലൊരു 260. അങ്ങനെ 260 ആകുമ്പോ 2591 രൂപ. 2591 രൂപയാണ് നമ്മൾ ഇന്നത്തെ ഏണിങ്സ് കേട്ടോ. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇറങ്ങിയത്, പക്ഷെ എങ്കിൽ ട്രിപ്പ് ലഭിച്ചില്ല. അപ്പൊ നമുക്ക് നാളെ നൈറ്റ് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഏതായാലും നമ്മുടെ ഉറക്കം കളയുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.